ഹലോ ഗായ്സ്, എൻ്റെ പേര് അപ്പു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ പി സിയിലുള്ളവരെ പോലെ ഇമോട്ട് അടിക്കാൻ പറ്റുമെന്ന ഗായ്സ് പറയാൻ പോണേ. മൊബൈലിൽ എങ്ങനെ പി സിയിലുള്ളവരെ പോലെ ഇമോട്ട് അടിക്കാൻ പറ്റും. നിങ്ങൾ പലവരും ഇങ്ങനെയൊക്കെ ഇമോട്ട് അടിക്കാറുണ്ട്, ഇങ്ങനെ വേഗം ഇമോട്ട് ചുറ്റിനൊക്കെ ഇങ്ങനെ വേഗം അടിക്കാറുണ്ട്. പക്ഷേ അതൊന്നും വേഗമായിരിക്കില്ല, പതുക്കെ ആയിരിക്കും നിങ്ങൾ അടിക്കുക. ഞാൻ ഇന്ന് എങ്ങനെ പി സിയിലുള്ളവരെ പോലെ നിങ്ങൾക്ക് മൊബൈൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചില സമയത്ത് ആപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഗായ്സ്. ആപ്പൊക്കെ മിക്കവാറും എല്ലാം ഫേക്ക് ആയിരിക്കും. ഞാൻ എന്നപ്പോൾ അത് തന്നെ പറയാൻ പോണേ. നിങ്ങളിങ്ങനെ ഇമോട്ട് സെക്ഷൻ എടുക്കുമ്പോൾ അതിൽ ക്യാമറ ഉണ്ടാവും. ആ ക്യാമറയെ പിടിച്ച് നിൽക്കണം. ക്യാമറ ബട്ടണിൽ പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ പോകും. ഇൻ്റർഫേസിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ സൈഡിൽ ഗ്രൂപ്പ് ഫോട്ടോ, ഇമോട്ട്, ഫിൽറ്റർ ഒക്കെ ഉണ്ടാവും. അതിൽ ഇമോട്ട് പിടിച്ച് നിൽക്കണം. ഇമോട്ട് പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ നിങ്ങൾ എക്യുപ്പൈ ചെയ്തിട്ട് എല്ലാ ഇമോട്ടും വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഇമോട്ട് നിങ്ങൾ അവിടെ നിൽക്കണം. ഇമോട്ട് ഞെക്കി കഴിഞ്ഞിട്ട് താഴെ റീപ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പിടിച്ച് നിങ്ങൾക്ക് എത്ര സ്പീഡിൽ നിൽക്കാൻ പറ്റുമോ, അത് നിങ്ങൾ സാധനം എത്ര സ്പീഡിൽ ഇങ്ങനെ ഇമോട്ട് അടിക്കാൻ നിൽക്കാറുണ്ട് അത്ര സ്പീഡിൽ തന്നെ ഞെക്കി കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളുടെ മറ്റേ പണ്ട് അടിച്ചുകൊണ്ടിരുന്ന ഇമോട്ടിനെക്കാളും ഭയങ്കര സ്പീഡിലായിരിക്കും അടിക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ ഇതേ ഇപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ റീപ്ലേയിൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ട് ഞാൻ സാധാരണ അടിക്കാറുള്ള സ്പീഡിൽ തന്നെ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒടുക്കത്തെ സ്പീഡിലായിരിക്കും ഗൈസ് ഇങ്ങനെ ഇമോട്ട് അടിക്കാൻ. പി സി പ്ലേസ് എങ്ങനെ അടിക്കുമോ അതേപോലെ തന്നെ നമുക്കും അടിക്കാൻ പറ്റും ഗൈസ് ഇമോട്ട്. നിങ്ങൾക്ക് ചില സമയത്ത് സംശയമുണ്ടോ ഈ എനിമീസിനും ഫ്രണ്ട്സിനൊക്കെ ഇത് കാണാൻ പറ്റുമെന്ന്. ഗൈസ് ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള എനിമീസിനും ഫ്രണ്ട്സിനൊക്കെ ഇത് കാണാൻ പറ്റും ഗൈസ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ. ഇനി ഈ ട്രിക്ക് നിങ്ങൾ ആരെങ്കിലും ഉപകാരപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ഷെയർ